നമ്മൾ ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു ഹെയർ ബാൻഡാണ്. ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഇങ്ങനെയുള്ളൊരു റിബണാണ്. ഇതേപോലെ ഇതിപ്പോൾ വൈറ്റ് റിബണാണ് എടുത്തിട്ടില്ല, ഇതിൻ്റെ തന്നെ ഓറഞ്ച് വേണം, ഗ്രീനും വേണം കേട്ടോ. അപ്പം ഇത് നമുക്ക് ഏകദേശം നിങ്ങൾക്ക് അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എത്ര എടുത്തെന്ന് നോക്കാം. ഞാൻ അളവൊന്നും നോക്കിയിട്ടല്ല എടുത്തെന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റെല്ലാം ചെയ്യുന്നവർക്കൊന്ന് അളവ് മനസ്സിലാവണമല്ലോ. ഇതാ 22.5 ഇഞ്ചാണ് ഈ റിബൺ ഉള്ളത്. അപ്പം ഇത് നമ്മളിനി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇതിൻ്റെ ഈ രണ്ടറ്റം ഞാൻ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓൾറെഡി ഞാൻ ഉരുക്കിയതാണ്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നിപ്പോവാതിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാറ്റിൻ റിബണാണ്, പെട്ടെന്ന് പിന്നിപ്പോവും. അപ്പോൾ അത് പിന്നിപ്പോവാതിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കുമോ, ഇങ്ങനെ ഇതുപോലെ സൂചി വെക്കാം താഴ്ഭാഗത്തൂടെ. എന്നിട്ട് ഇതുപോലെ വെച്ച് ഇങ്ങനെ കൊണ്ടുവരാം, വീണ്ടും ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുവരാം. ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഈ സൈഡ് വശത്തൂടെ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് 2 മടക്കാക്കിയിട്ട്, അതായത് ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഉള്ളത്, ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിലൂടെ ഇങ്ങനെ തുന്നിയെടുക്കുകയും ചെയ്യുക. ഓപ്പണുള്ള ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഓപ്പണുള്ള ഭാഗത്തൂടെ അല്ല, ഇപ്പുറത്തെ ഭാഗത്തൂടെ ഇങ്ങനെ വേണമെങ്കിലും തുന്നിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താവും, ഇതിൻ്റെ നേരെ പകുതിയായിട്ട് കിട്ടും. നമുക്ക് ടിക് ടാക്കിലാക്കാം. അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് ഇത്രയും വല്ല ഫ്ലവർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതാവുമ്പോൾ കുറച്ചും കൂടെ എന്താവും, നല്ല അട്ടിയായിട്ട് നിൽക്കും. 2 ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് സൈഡിലൂടെ ഇതുപോലെ സ്റ്റിച്ചാക്കി എടുക്കാം. പിന്നെ നമ്മൾ അതേപോലെ തന്നെ സാറ്റിൻ റിബൺ അല്ല, ഇനിയിപ്പോൾ നമ്മൾ നമ്മളെ സാധാരണ റിബൺ ഉണ്ടല്ലോ, വലിയ റിബണ് കുട്ടികൾക്ക് സ്കൂളിലെല്ലാം പോകുമ്പോൾ കിട്ടുന്ന, അത് യൂസ് ചെയ്യുന്നവർ ഇതുപോലെ 2 മടക്കാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 മടക്കാക്കിയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 2 ഭാഗം ഒരുപോലെ വരാതെ അതിൽ ചെയ്യുന്നതാണെങ്കിൽ ഒരു ഭാഗം വലുതും ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതും വരുന്ന രീതിക്ക് ഇതിന് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് തുന്നിയെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പം വൈറ്റ് അല്ല ഇങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ 1/3 ഭാഗം വൈറ്റ്, 1/3 ഭാഗം ഗ്രീന്, 1/3 ഭാഗം ഓറഞ്ച് ആക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് വൈറ്റ് ഇടാം, പിന്നെ ഓറഞ്ച് ഇടാം. അതായത് പറഞ്ഞാൽ മനസ്സിലായെന്നൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ 22.5 ഇഞ്ചും വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 3/1 നോക്കാം. 3/1 നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു 9 ഇഞ്ചെല്ലാം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 9 ഇഞ്ച് എടുത്തിട്ട് പിന്നെ എന്താക്കാം, അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഞൊറിവ് കിട്ടും. കുറച്ച് വലിയ ഫ്ലവറോ 10-11 ഇഞ്ച് ഓരോരോ റിബണും എടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ഫ്ലവർ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമില്ല പോലെ എടുത്തിട്ട് വേണമെങ്കിൽ 3 റിബണും ഒരുമിച്ച് ഇതേപോലെ തുന്നുക. ഇതേപോലെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, സ്റ്റിച്ച് ചെയ്യുക. ഓരോരോ റിബണും കഴിയുന്തോറും ഓരോ റിബൺ ഇട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഈ വൈറ്റ് നമ്മൾ കൂട്ടിക്കെട്ടുന്നില്ലേ, അതിൻ്റെ പകരം ഇതേപോലെ തന്നെ കൂട്ടിക്കെട്ടുക. അങ്ങനെയാണെങ്കിൽ എന്താവും, ഒറ്റ ഫ്ലവർ തന്നെ 3 കളറാക്കിയിട്ട് കിട്ടും നിങ്ങൾക്ക്. ഇപ്പം ഒരു റിബൺ ഉപയോഗിക്കുന്നതിന് പകരം 3 റിബൺ ഉപയോഗിക്കുകയാണെങ്കിൽ 3 കളറിൽ ഒറ്റ ഫ്ലവറായിട്ട് തന്നെ കിട്ടും. ഇതിപ്പം ഞാൻ സെപ്പറേറ്റ് ഫ്ലവർ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഇതേപോലെ കെട്ടിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ കെട്ടുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതേപോലുള്ള തുണികൾ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങും. നമ്മൾ കെട്ടുന്നില്ല, അത് കുടുങ്ങാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ തുന്നിക്കേണ്ടി വലിച്ചിട്ട് ഈ സൂചിയും കൊണ്ട് തന്നെ ഇങ്ങനെ തുന്നി സ്റ്റിച്ചിട്ട് വെക്കുക. അങ്ങനെയല്ല വേണ്ടത്. ഈ 2 ഭാഗത്തിലെ നൂലില്ലേ, ആ 2 നൂലും കൂടെ വലിച്ചിട്ട് വേണം സ്റ്റിച്ച് ഇടാൻ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ തുന്നിയെടുക്കുന്നില്ലേ, ആ തുന്നിയെടുക്കുന്ന ടൈമിൽ വേഗം തീരട്ടെ എന്ന് വിചാരിച്ച് ദൂരം സ്റ്റിച്ച് ഇടാൻ പാടില്ല. ഫ്ലവർ ക്ലിയർ ആയിട്ട് കിട്ടില്ല. അടുത്തടുത്ത് കുഞ്ഞ് സ്റ്റിച്ച് ഇടാം. അങ്ങനെയാണെങ്കിൽ നല്ല ഫ്ലവറായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത്രയും ചെയ്ത ശേഷം സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഇനി ഒന്നുമില്ല, നോക്കുക, സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. നൂലെല്ലാം ക്ലിയർ ആക്കണം കേട്ടോ. കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലെ, ഇത് ഫെൽറ്റ് ഷീറ്റ് മുറിച്ചെടുത്തിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ ആകൃതിയൊന്നും നോക്കിയിട്ടില്ല, എനിക്ക് സെയിൽ ചെയ്യാനൊന്നും അല്ലല്ലോ. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കുപ്പിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല റൗണ്ടിൽ എന്തെങ്കിലും വെച്ച് അതിനെ അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ മുറിക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇനി കിട്ടുകയും ചെയ്യും.
ഇതാ ഇതുപോലെ റിബൺ റാ എടുത്തിട്ടുണ്ട്. റാ എന്ന് പറയുമ്പം നമുക്ക് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഒന്നെങ്കിൽ ഓറഞ്ച് എടുക്കാം, ഇല്ലെങ്കിൽ ഗ്രീൻ എടുക്കാം, ഇല്ലെങ്കിൽ വൈറ്റ് എടുക്കുക. ഇത് ഇതുപോലെ മടക്കി 2 കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ശേഷം ഈ റിബൺ ഇതുപോലെ റിബൺ ഇട്ട് അതിൻ്റെ താഴ്ഭാഗത്തുകൂടി ഇങ്ങനെ റിബൺ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഓറഞ്ചും ഗ്രീനും മുമ്പേ ചെയ്തെടുത്തിന് കേട്ടോ. നിങ്ങൾ ടൈം കുറേ കളയണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം പുറത്തോട്ടേക്ക് ആവാതെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇവിടെയെല്ലാം പശയാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് പശയാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒട്ടിക്കുന്നതിനേക്കാട്ടി നല്ലത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒന്നും കൂടെ ഉറപ്പ് കിട്ടും. ഇതേപോലെ നമുക്കിനി പശയാക്കി കൊടുക്കാം. പശയാക്കിയിട്ട് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ചെയ്യുന്നതിൻ്റെ പകരം നിങ്ങൾക്ക് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. ഫസ്റ്റ് ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇത് ഫ്ലവർ ഹെയർ ബോയിലേക്ക് തുന്നിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ റൗണ്ടിൽ മുറിച്ചിട്ട് ഹെയർ ബോയിൻ്റെ ബാക്ക് വശത്ത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഫ്ലവറിന് കുറച്ചും കൂടെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഇതിൽ കുറച്ച് നമ്മൾ തുന്നിയത് കൊണ്ട് തന്നെ കുറച്ച് അത് നിൽക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയല്ലേ. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇളകുന്ന പോലെ ഉണ്ടാവും. എന്നാലും പശ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനേ ഇല്ല. പശ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് തന്നെ നിന്നോളും. നമുക്ക് 3 ഫ്ലവർ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് ഈ ഹെയർ ബോയിലേക്ക് ഒട്ടിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കണം. കാരണം ഇളകി പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പശ ഒട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റ് കളറുകളും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഗ്രീനും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഓറഞ്ച്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഗ്രീനും കൂടെ ഇതുപോലെ തന്നെ ഗ്രീനും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ബോയ്ക്കൊന്നും സ്റ്റിച്ച് ഉണ്ടാവില്ല, ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. പക്ഷേങ്കിൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിയതാവുമ്പം ഇളകിപ്പോയാലും വിഷയം ഉണ്ടാവില്ല നമ്മൾ സെയിൽ ചെയ്യുന്നവർക്ക്. പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുന്നതാവുമ്പം വീട്ടിൽ നിന്നാക്കിയിട്ടാവുമ്പോൾ പെട്ടെന്ന് ഇളകിപ്പോകുന്നില്ല പരാതി വരും. അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അതാവുമ്പം പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ലല്ലോ. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ പേളുകൾ ഒട്ടിച്ചെടുക്കുക. ഒന്നെങ്കിൽ ഇതുപോലെ ഇത് കുറച്ച് ടൈം എടുക്കും ഒട്ടാനെ. പക്ഷെ നന്നായിട്ട് പശയിലാക്കിയിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇളകി പോരുമില്ല കേട്ടോ. അതിൻ്റെ പശ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇളകിപ്പോവില്ല, പെട്ടെന്ന് ഇളകിപ്പോവില്ല. അപ്പം ഒന്നെങ്കിൽ ഇതിൽ വൈറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് ഇവിടെ വേണമെങ്കിൽ ബ്ലൂ കളർ കൊടുക്കുക, ഇല്ലെങ്കിൽ 3നും ബ്ലൂ കളറാക്കിയിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതിൻ്റെ ഉണങ്ങിയതാണ് ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് അടിവശത്ത് റൗണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ.